നമസ്കാരം. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം തനിക്ക് തന്നെ വേണം എന്ന നിലപാടിൽ ഷാഫി പറമ്പിൽ. യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി ജിൻഷാദ് ജിനാസിനെ സംസ്ഥാന അധ്യക്ഷനാക്കണമെന്നാണ് ഷാഫി പറമ്പിൽ എംപിയുടെ നിർദ്ദേശം. എ ഗ്രൂപ്പിൽ നിന്നുള്ള നേതാവാണ് പതിവായി അധ്യക്ഷ സ്ഥാനത്തേക്ക് വിജയിച്ചു വരാറുള്ളത്. അതുകൊണ്ട് എ ഗ്രൂപ്പിന് മുൻതൂക്കം കിട്ടും. എന്നാൽ എ ഗ്രൂപ്പ് എന്നാൽ താനാണെന്നും അതുകൊണ്ട് തന്നെ പറയുന്ന ആളിനെ അധ്യക്ഷനാക്കണമെന്നാണ് ഷാഫിയുടെ പക്ഷം. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഷാഫി ഒഴിഞ്ഞപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രസിഡന്റായത്. അന്ന് സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നുവെങ്കിലും നിരവധി ആരോപണം ഉണ്ടായിരുന്നു. അന്ന് രാഹുലിനെതിരെ മത്സരിച്ച അബിൻ വർക്കി വിവാദങ്ങൾക്ക് നിന്നില്ല. കോൺഗ്രസിൽ ഗ്രൂപ്പില്ലെന്ന് പറയുമ്പോഴും ഗ്രൂപ്പിന് തന്നെയാകും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തും മുൻഗണന. ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് എ ഗ്രൂപ്പിന് യൂത്ത് കോൺഗ്രസ് സ്ഥാനം എന്ന ഫോർമുലയുണ്ടായത്. അന്ന് ഗ്രൂപ്പിലെ എല്ലാ നേതാക്കളുമായി ചർച്ച ചെയ്താണ് അന്തിമ തീരുമാനം എടുത്തത്. എന്നാൽ ഇപ്പോൾ എല്ലാം എ ഗ്രൂപ്പിന്റെ പേരിൽ ഷാഫി പറമ്പിൽ തീരുമാനിക്കുന്നുവെന്നാണ് ഉയർന്ന പരാതി. ഇതിൽ അമർഷം ശക്തമാണ്. പാലക്കാട് MLA ആയിരുന്ന ഷാഫി വടകരയുടെ MP ആയപ്പോഴും പാലക്കാട് തന്റെ പിൻഗാമിയായി രാഹുലിനെ നിർത്തി. ഇത് പാലക്കാട്ടെ കോൺഗ്രസിൽ പൊട്ടിത്തെറിയായി. പിന്തുടർച്ചാവകാശം നൽകുന്നതാണ് ചോദ്യം ചെയ്തത്. എന്നാൽ വീണ്ടും ഇത് നടത്തിയെടുക്കാനാണ് ഷാഫിയുടെ നീക്കം. വടകരയിൽ നിന്നും മാറി പാലക്കാട് വീണ്ടും മത്സരിക്കാനും ഷാഫി ആഗ്രഹിക്കുന്നുണ്ട്. അത് നടക്കാതെ പോയാൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കാൻ ആഗ്രഹിക്കുന്ന ജിൻഷാദ് ജിന്നാസിനെ പാലക്കാട് മത്സരിപ്പിക്കാനാണ് ആഗ്രഹം. ഇതിനു വേണ്ടി കൂടിയാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി ജിൻഷാദിനെ ഉയർത്തി കാണിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതിനെ തുടർന്ന് പുതിയ അധ്യക്ഷനെ കണ്ടെത്താനുള്ള ചർച്ചകൾ സങ്കീർണമാവുകയാണ്. ഓരോരുത്തർക്കും വേണ്ടി ഗ്രൂപ്പ് തിരിഞ്ഞ് നിലയുറപ്പിച്ചതിനെ തുടർന്നാണ് അധ്യക്ഷനെ കണ്ടെത്തുന്നത് പാതി വഴിയിലെത്തി നിൽക്കുന്നത്. ഐ ഗ്രൂപ്പ് അബിൻ വർക്കിയെയാണ് മുമ്പോട്ട് വയ്ക്കുന്നത്. എ ഗ്രൂപ്പിലെ ഭൂരിപക്ഷം പേർക്കും അഭിജിത്തിനോടാണ് താല്പര്യം. ഇത് അട്ടിമറിക്കാനാണ് ഷാഫിയുടെ നീക്കം. രാഹുൽ മാങ്കൂട്ടത്തിലിന് പകരക്കാരനെ കണ്ടെത്താൻ ദീപാദാസ് മുൻഷി നേതാക്കളുമായി ചർച്ച തുടരുകയാണ്. യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി ബിനു ചുള്ളിയിൽ, സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി, OJ ജനീഷ്, KM അഭിജിത്ത്, JS അഖിൽ എന്നിവരെയാണ് പ്രധാനമായും പരിഗണിച്ചത്. ഇതിനിടയിലാണ് ജിൻഷാദ് ജിന്നാസിനെ ആക്കിയേ മതിയാകൂവെന്ന് ഷാഫി നിർബന്ധം പിടിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് ദേശീയ ഭാരവാഹി പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ വിദ്യാർത്ഥി യുവജന സംഘടനകളിൽ അതൃപ്തി പരസ്യമായിരുന്നു. KSU മുൻ സംസ്ഥാന പ്രസിഡന്റ് KM അഭിജിത്തിന് ഭാരവാഹിത്വം നിഷേധിച്ചത് ചൂണ്ടിക്കാണിച്ച് പ്രതികരണവുമായി പലരും രംഗത്തെത്തി. യൂത്ത് കോൺഗ്രസ് KSU നേതൃസ്ഥാനങ്ങളിലുള്ള അഭിജിത്തിനെ അനുകൂലിക്കുന്നവരാണ് പരസ്യ വിമർശനവുമായി എത്തിയത്. അഭിജിത്തിനെ മാറ്റി നിർത്തിയവർ അയോഗ്യത കൂടി പറയണം എന്നാണ് സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി അന്ന് പ്രചരിപ്പിക്കപ്പെട്ട പോസ്റ്റുകളിലെ ആവശ്യം. അഭിജിത്ത് KSU പ്രസിഡന്റ് ആയിരുന്ന കാലത്തെ സമരങ്ങളടക്കം ഓർമ്മപ്പെടുത്തിയാണ് പ്രതികരണങ്ങൾ ഏറെയും.